പാലക്കാട് തിരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങവെയാണ് അപ്രതീക്ഷിത ട്വിസ്റ്റ്. ബി.ജെ.പിയുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസ് നേതാക്കളുള്ള വേദിയിൽ വെച്ച് കെ സുധാകരൻ സന്ദീപ് വാര്യരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഉപതിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ ബി.ജെ.പി നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച സന്ദീപ് വാര്യർ കടുത്ത പ്രതിസന്ധി പാർട്ടിയിൽ ഉണ്ടാക്കിയാണ് പാർട്ടി വിടുന്നത്. പാലക്കാട് സീറ്റ് നിഷേധിച്ചതിനൊപ്പം പാർട്ടിയിൽ നിന്ന് നേരിടുന്ന കടുത്ത അവഗണനയാണ് സന്ദീപിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. ബി.ജെ.പി വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ബി.ജെ.പി ഏകാധിപത്യ പ്രവണതയുള്ള സംഘടനയാണെന്നും ബി.ജെ.പിയിൽ പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചില്ലെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി. ബി.ജെ.പി വിടാൻ കാരണം സുരേന്ദ്രനും സംഘവുമാണെന്നും ടെലിവിഷൻ ചർച്ചകളിൽ നിന്നും ബി.ജെ.പി തന്നെ വിലക്കിയെന്നും താൻ ബി.ജെ.പിയിൽ നേരിട്ടത് ഒറ്റപ്പെടലാണെന്നും സന്ദീപ് വാര്യർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടാതെ ഇനി മുതൽ താൻ കോൺഗ്രസിൽ തുടരും. കോൺഗ്രസിന്റെ ആശയമെന്നത് ഇന്ത്യയുടെ ആശയമാണെന്നും സന്ദീപ് പറഞ്ഞു. ഒരു ഉപാധികളുമില്ലാതെ സാധാരണ പ്രവർത്തകനായാണ് താൻ കോൺഗ്രസിൽ വരുന്നതെന്നും ഇതുവരെ പറഞ്ഞതെല്ലാം ബി.ജെ.പിയുടെ ആശയങ്ങളാണെന്നും എന്റെ വ്യക്തിപരമായ ആശയങ്ങളല്ലെന്നും സന്ദീപ് പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിക്കൊപ്പം രാഹുൽ ഉഗ്രൻ വിജയം നേടുമെന്നും സന്ദീപ് വാര്യർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.